നമ്മുടെ കാക്കയുടെ ഇന്നലെ വൈകുന്നേരത്തെ സ്ഥിതിയാണിത്. അതിന് പറ്റ വയ്യാതെ ആയിരിക്കുന്നുണ്ട്. അത് മലർന്ന് കിടന്ന് മരണത്തോട് മല്ലിടുകയാണ് ഇവിടെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. വെള്ളം കൊടുത്തിട്ടും ഓക്കെ ആവുന്നില്ല. ഞാൻ ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കി എന്തൊക്കെയാണ് ഇവന് പ്രാഥമികമായിട്ട് പ്രോബ്ലം ഉള്ളതെന്ന്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മുമ്പെങ്ങും ഇതുപോലെ കാക്കകൾ ചത്ത് കിടക്കുന്നത് കാണാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും കാക്കകൾ ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ പതുക്കെ ഇവനൊരു പേരക്ക കഷ്ണം പൊട്ടിച്ചു കൊടുക്കാൻ ശ്രമിച്ചു കേട്ടോ. കുറച്ചൊക്കെ അവൻ കഴിക്കാൻ നോക്കിയെങ്കിലും ഇവന് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ കുറേയൊക്കെ വായിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെച്ച് കൊടുത്തു കേട്ടോ. ഫുഡൊക്കെ അകത്തേക്ക് ചെന്നപ്പോൾ ഇവൻ കുറേ ഓക്കെ ആയി. ഇവന് കുറച്ചൊരു ഉന്മേഷം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാനിവനെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് ഫുഡും വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് ഞാനിന്ന് പോവുകയാണ്. കാരണം ഇന്ന് രാത്രി എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ഇന്നൊരു വേറെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ പിറ്റേന്ന് വന്നപ്പോൾ ഞാൻ നല്ല സന്തോഷവാനായിട്ടോ. കാരണം ഇവൻ പതിവിലേറെ ഉന്മേഷത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ഹാപ്പി ആയിട്ട് നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്നുള്ള വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി. ഞാനിവൻ ഇങ്ങനെ ചേഞ്ച് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവനിങ്ങനെ പറന്ന് നമ്മുടെ അപ്പുറത്തുള്ള മരത്തിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഹാപ്പിയായി. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഞാൻ ഒരിക്കലും ഇവൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും എല്ലാവർക്കും നന്ദി.